നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പോസിറ്റീവ് മാർക്കറ്റ് റിയാക്ഷൻ പ്രതീക്ഷിക്കാവുന്ന 3 സ്റ്റോക്കുകളെക്കുറിച്ചും സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഷോർട്ട് ടൈമിലും ലോങ് ടൈമിലും മാർക്കറ്റിൽ നിന്നും മികച്ച റിട്ടേൺ നേടുന്നതിന് വേണ്ടി സ്റ്റോക്കുകൾ എങ്ങനെ പിക്ക് ചെയ്യാം എന്ന് നമ്മളെ ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന ഒരു ബുക്കിനെ പരിചയപ്പെടാം. ബുക്കിൻ്റെ പേര് ഹൗ ടു പിക്ക് സ്റ്റോക്സ് തിങ്സ് ടു കൺസിഡർ. ഹൗ ടു പിക്ക് സ്റ്റോക്സ് തിങ്സ് ടു കൺസിഡർ പോലെ ഫിനാൻസ് ഇൻവെസ്റ്റിംഗുമായി ബന്ധപ്പെട്ട ധാരാളം ബുക്കുകളുടെ ഓഡിയോ സമ്മറി അടങ്ങിയ ഒരു ഓഡിയോ പ്ലാറ്റ്ഫോമാണ് കുക്കു FM. ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി കുക്കു FM ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വെൽത്തി50 എന്ന കോഡ് നൽകുകയാണെങ്കിൽ കുക്കു FMൻ്റെ ആനുവൽ സബ്സ്ക്രിപ്ഷനിൽ 50% ഡിസ്കൗണ്ട് ലഭിക്കും. ഫിനാൻസുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ മറ്റ് സാഹിത്യ മേഖലകളുമായി ബന്ധപ്പെട്ട ബുക്കുകളുടെ ഓഡിയോ സമ്മറി കേൾക്കുന്നതിന് കുക്കു FM എന്ന പ്ലാറ്റ്ഫോമിനെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി ചില പോസിറ്റീവ് ന്യൂസുകൾ വന്ന സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ബജാജ് ഫിനാൻസ് 1.2% ഇടിഞ്ഞ് 7,189 ക്ലോസിംഗ് നൽകി. 4.44 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 31.77, ഡിവിഡൻഡ് yield 0.42%, 52 വീക്ക് ഹൈ 8,192, 52 വീക്ക് ലോ 5,075. ഒരു മാസം കൊണ്ട് ബജാജ് ഫിനാൻസ് 11% റിട്ടേണും ഒരു വർഷം കൊണ്ട് 23% റിട്ടേണുമാണ് നൽകിയത്. കഴിഞ്ഞ ഒരു വർഷമായി ബജാജ് ഫിനാൻസ് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ബജാജ് ഫിനാൻസിന്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ IPOയുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് ഏപ്രിൽ 24 കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് വിളിപ്പിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്. ബജാജ് ഹൗസിംഗ് ഫിനാൻസുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോഴൊക്കെ ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്കിൽ റാലി കാണാൻ സാധിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന കമ്പനിയെ അപ്പർ ലെയർ NBFC കമ്പനികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ 2025 സെപ്റ്റംബർ മാസത്തിന് മുൻപ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന കമ്പനിക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആകേണ്ടതായി വരും. ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്റ്റോക്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. ഇവിടെ മാക്സിമം ഈ കമ്പനി IPO കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കാണുന്നത്. $10 ബില്യൺ വാല്യൂഷനുള്ള ഒരു കമ്പനിയാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന കമ്പനി. കമ്പനിയുടെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുമാണ്. ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് 7,175 ട്രേഡ് ചെയ്യുന്നു. 8,200 നിന്നും ഇടിഞ്ഞ സ്റ്റോക്കിന് 6,500 സപ്പോർട്ട് ലഭിക്കുകയും കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് സ്റ്റോക്ക് 6,500 നിന്നും 7,175 എത്തുകയും ചെയ്തു. 7,500 ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സോണാണ്. 7,500 എന്ന ലെവലിനെ മറികടന്നാൽ സ്റ്റോക്ക് 8,000, 8,200 തുടങ്ങിയ ഓൾ ടൈം ഹൈ ലെവലിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. അതേസമയം 6,500 എന്ന ലെവൽ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായും പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ സ്റ്റോക്ക് വിപ്രോ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.49% ഇടിഞ്ഞ് 485 ക്ലോസിംഗ് നൽകി. 2.5 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 23.19, 52 വീക്ക് ഹൈ 545, 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. വിപ്രോയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ് വിപ്രോയുടെ CEOയും MDയുമായ തിയറി ഡെലാപ്രേറ്റ് ഈ കമ്പനിയിൽ നിന്നും വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് രാജിവെച്ചു എന്നൊരു അപ്ഡേറ്റാണ്. ഏപ്രിൽ 6 മുതൽ എഫക്റ്റ് വരത്തക്ക രീതിയിലാണ് കമ്പനിയുടെ CEOയും MDയുമായ തിയറി ഡെലാപ്രേറ്റ് രാജിവെച്ചത്. ഇദ്ദേഹത്തിന് പകരം ദീർഘകാലമായി വിപ്രോ എന്ന കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ശ്രീനിവാസ് പാലിയ എന്ന വ്യക്തി കമ്പനിയുടെ പുതിയ MDയും CEOയുമായി സ്ഥാനമേൽക്കുകയും ചെയ്തു. വിപ്രോയുടെ ഒരു വെറ്ററൻ ബിസിനസ് ലീഡറാണ് ശ്രീനിവാസ് പാലിയ. കൂടാതെ ഇൻഡസ്ട്രിയെക്കുറിച്ച് എക്സ്റ്റൻസീവ് നോളജ് ഉള്ള ഒരു വ്യക്തിയുമാണ്. തിയറി ഡെലാപ്രേറ്റ് കഴിഞ്ഞ 4 വർഷമായി വിപ്രോ എന്ന കമ്പനിയെ നയിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പീരീഡിൽ കമ്പനിക്ക് അത്ര മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല. 2024 ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ 5.5% പ്രോഫിറ്റ് ഗ്രോത്ത് മാത്രമാണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത്. ഇവിടെ അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാത്ത ഒരു CEOയെ മാറ്റി മറ്റൊരു വ്യക്തിയെ പരീക്ഷിക്കുന്നത് സ്റ്റോക്കിൽ ചിലപ്പോൾ പോസിറ്റീവായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് വിപ്രോ എന്ന സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതുമാണ്. ഇതോടൊപ്പം തന്നെ അടുത്ത ആഴ്ച IT സെക്ടറിലെ സ്റ്റോക്കുകളെ എല്ലാം പ്രത്യേകമായും ശ്രദ്ധിക്കണം. കാരണം IT കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വന്നു തുടങ്ങുകയാണ്. ഏപ്രിൽ 12 TCSന്റെ ക്വാർട്ടർലി റിസൾട്ടോടുകൂടി IT സെക്ടറിലെ സ്റ്റോക്കുകളിലെല്ലാം തന്നെ നമ്മൾക്ക് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. വിപ്രോ എന്ന സ്റ്റോക്ക് 485 എന്ന സപ്പോർട്ട് സോണിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ 2 ആഴ്ചയെ സ്റ്റോക്ക് ഇതേ റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഇവിടെ 470 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് കൂടിയാണ്. ഈ പോസിറ്റീവ് ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 500 എന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസിലേക്ക് എത്താനും
500 എന്ന ലെവൽ മറികടന്നാൽ സ്റ്റോക്ക് 525, 540 തുടങ്ങിയ ലെവലുകളിലേക്ക് എത്താനും സാധ്യതയുണ്ട്. വിപ്രോ എന്ന കമ്പനിയുടെ പെർഫോമൻസ് TCSന്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നതനുസരിച്ച് വോളറ്റൈൽ ആകാനുള്ള സാധ്യത കൂടി നമ്മൾക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. മൂന്നാമത്തെ അപ്ഡേറ്റ് വേദാന്ത ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 2.7% ഉയർന്ന് 318 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.18 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 25.14, ഡിവിഡൻഡ് ഈൽഡ് 20%-അടുത്ത്. വേദാന്ത എന്ന കമ്പനിയിൽ ലോകത്തിലെ തന്നെ വലിയ അസറ്റ് മാനേജർ കമ്പനിയായ ബ്ലാക്ക് റോക്ക്, അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി തുടങ്ങിയ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. റീസെൻ്റ്ലി ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ടുകളായ ICICI മ്യൂച്വൽ ഫണ്ടും നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ടും വേദാന്തയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 2% ഉയർത്തിയിരുന്നു. അതിനുശേഷം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനോടൊപ്പം തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വേദാന്തയിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. വേദാന്തയുടെ ഡീലിവറേജിംഗ് പ്ലാനിനോടൊപ്പം തന്നെ ചൈനയുടെ മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റിയിൽ വന്ന മാറ്റവും ഗ്ലോബലി മെറ്റലിൻ്റെ വില ഉയർന്നതും വേദാന്ത ഒരു അട്രാക്റ്റീവ് പിക്കായി മാറിയതിൻ്റെ പിന്നിലെ ചില പ്രധാന കാരണങ്ങളാണ്. വേദാന്ത എന്ന കമ്പനി അയറൺ ഓർ, സ്റ്റീൽ, കോപ്പർ, അലൂമിനിയം എന്നിവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലീഡിംഗ് കമ്പനിയാണ്. കൂടാതെ ഈ കമ്പനിക്ക് സൗത്ത് ആഫ്രിക്ക ഉൾപ്പെടെയുള്ള 6-ലധികം രാജ്യങ്ങളിൽ പ്രസൻസുമുണ്ട്. വേദാന്തയുടെ എബിറ്റ് 2024 ഫിനാൻഷ്യൽ ഇയറോടുകൂടി $5 ബില്യൺ മുകളിലേക്ക് എത്തും എന്നാണ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഈ കമ്പനി റീസെൻ്റ്ലി, അതായത് 2023 സെപ്റ്റംബർ മാസത്തിൽ കമ്പനി അതിൻ്റെ ഡീമർജർ പ്ലാനും പുറത്തുവിട്ടിരുന്നു. ഡീമർജർ പ്ലാൻ പ്രകാരം അലൂമിനിയം കമ്പനിയുടെ മറ്റ് പ്രധാന സെക്ടറുകളായ അലൂമിനിയം, ഓയിൽ ആൻഡ് ഗ്യാസ്, പവർ, സ്റ്റീൽ, ഫെറസ് മെറ്റൽ, ബേസ് മെറ്റൽ തുടങ്ങിയ സെഗ്മെൻറ്റുകളിലേക്ക് അല്ലെങ്കിൽ തുടങ്ങിയ ബിസിനസ്സുകളിലേക്ക് കമ്പനി ഡീമർജ് ആവുകയാണ്. ഈ കമ്പനിയുടെ ഒരു പ്രധാന ക്യാഷ് ജനറേറ്റിംഗ് ബിസിനസ്സായ ഹിന്ദുസ്ഥാൻ സിങ്ക് വേദാന്തയുടെ കൂടെ തന്നെ തുടരാനാണ് സാധ്യത. ഡീമർജിംഗ് ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ മെറ്റൽ സെക്ടറിൽ വന്ന ഉണർവിൻ്റെ പശ്ചാത്തലത്തിലും വേദാന്ത എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. വേദാന്തയുടെ Q4 ബിസിനസ് അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. ഈ Q4 ബിസിനസ് അപ്ഡേറ്റിൽ അലൂമിനിയത്തിൻ്റെ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയറിൽ 4% വർദ്ധിക്കുകയും ചെയ്തു. 5,74,000 ടണ്ണിൽ നിന്നും 5,98,000 ടണ്ണിലേക്കാണ് അലൂമിനിയത്തിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സിങ്കിൻ്റെ മെറ്റൽ പ്രൊഡക്ഷൻ 3,01,000 നിന്നും 2,99,000 ഇടിഞ്ഞു. അതേസമയം റിഫൈൻഡ് സിങ്ക് പ്രൊഡക്ഷൻ 2% വർദ്ധിച്ച് 2,20,000 എത്തിയിട്ടുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് വെർട്ടിക്കലിൽ കമ്പനി 1.15% വളർച്ച കൈവരിച്ചു. കമ്പനിയുടെ അയറൺ ഓർ ബിസിനസ്സിൽ ഔട്ട്പുട്ട് 13% വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം 1.7 മില്യൺ ടണ്ണിൻ്റെ അയറൺ ഓറാണ് കമ്പനി സെയിൽ ചെയ്തത്. ഇതോടൊപ്പം തന്നെ പിഗ് അയൺ പ്രൊഡക്ഷൻ 6% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഫെറോ ക്രോം പ്രൊഡക്ഷൻ 38% ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും ചെയ്തു. വേദാന്ത എന്ന കമ്പനി നാച്ചുറൽ റിസോഴ്സ് മൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ലീഡിംഗ് കമ്പനിയാണ്. സൗത്ത് ആഫ്രിക്ക, നമീബിയ, ലിബേരിയ, UAE, കൊറിയ, തൈവാൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ കമ്പനിക്ക് പ്രസൻസ് ഉണ്ട്. വേദാന്ത ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ ആണ് സ്റ്റോക്കിൽ ഫോം ചെയ്തിരിക്കുന്നത്. ഈ പാറ്റേണിൻ്റെ നെക്ക് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ട് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 330 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 330 എന്ന റെസിസ്റ്റൻസ് മറികടന്നാൽ സ്റ്റോക്ക് 375, 400, ഈവൻ 420 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ബ്ലാക്ക് റോക്ക് പോലുള്ള വളരെ വലിയ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും ഈ സ്റ്റേക്കിൽ പൊസിഷൻ വർദ്ധിപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വേദാന്ത എന്ന സ്റ്റോക്കിനെയും വരും ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.